മനസ്സ് നന്നാവട്ടെ. കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്ത് അതിരൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി വാക്സിനേഷൻ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിരവധി ആശങ്കകളും സംശയങ്ങളും സ്വാഭാവികമാണ്. NSS-GC കണ്ണൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കോവിഡ് വാക്സിനേഷൻ വെബിനാർ ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുക എന്നതുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ ഡോക്ടർ ആൽവിൻ ആന്റണി സാറാണ്. ഇന്നത്തെ വെബിനാറിലേക്ക് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ NSS വോളണ്ടിയേഴ്സിനെയും മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിഡ് വാക്സിനേഷൻ വെബിനാർ ആരംഭിക്കുവാൻ വേണ്ടി ഡോക്ടർ ആൽവിൻ സാറിനെ ക്ഷണിക്കുന്നു. സർ. യെസ്, താങ്ക് യു തേജശ്രീ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? Am I audible there? Yes sir, you're audible. Yes. എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ഇൻഫോം മീ. ഞാൻ നിങ്ങളെ പോലെ ടെക്നിക്കലി അത്ര അഡ്വാൻസ്ഡ് ഒന്നല്ല. വി ആർ ന്യൂ ടു ഓൾ ദിസ് ടെക്നോളജിക്കൽ സ്റ്റഫ്. ഗൂഗിൾ മീറ്റും ഇതൊക്കെ ഞങ്ങൾ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. സൂം ആൻഡ് ഗൂഗിൾ മീറ്റ്, ഓൾ ദീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഇഫ് ദർ ഇസ് എനി problem you can interrupt me and tell me, otherwise it would go unnoticed. Okay Tejasri? Sure sir. Okay, so today's session is organized by NSS unit of Government Engineering College Kannur. So NSS is something which is very close to me. I am also the NSS program officer of Ernakulam Medical College, so I am more than happy to join a group of very young budding engineers. ഞാൻ യൂഷ്വലി കേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഐദർ ദേ ആർ ജനറൽ പബ്ലിക് ഓർ ഇൻ മോസ്റ്റ് കേസസ് ദേ ആർ മെഡിക്കൽ സ്റ്റുഡൻസ് ഓർ സംബഡി ബിലോങ്ങിങ് ടു ദ മെഡിക്കൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ തിങ്ക് റിഗാർഡിങ് എ മെഡിക്കൽ ടോപ്പിക്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് engineering students. Anyway, nice to be a part of your group today. So we'll make this an interactive session as far as possible. Or interactive session ആക്കാം ശ്രമിക്കാം. ബിക്കോസ് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. മോസ്റ്റ് ഓഫ് യു വുഡ് ബി ലോഗിങ് ഇൻ ആൻഡ് വാച്ചിങ് സംതിങ് എൽസ്. So that doesn't make any sense. So we'll make it interactive, and at the same time we will encourage more of questions from your side. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാരണം ഐ ഓൾവേസ് പ്രസ്യൂം ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം സെയിങ്. ബിക്കോസ് മെഡിക്കലായിട്ട് സംസാരിച്ചു പോകുമ്പോൾ സം മെഡിക്കൽ ടേംസ് യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഓൺ നിങ്ങളുടെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് അതുപോലെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കുറെ അങ്ങോട്ട് പറയുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി വെരി ക്ലിയർ ടു യു പീപ്പിൾ what I'm saying. Okay, so anyway, before starting I'll just give a small brief on the COVID situation, regarding the COVID disease as such, and then we'll come to COVID vaccination. Just some basic things I'll tell you, then I'll take questions. I know most of you are tired after since 4 o'clock you have been trying to get a slot for vaccination on COVID website. അല്ലേ, കുറെ പേരെങ്കിലും 4 മണി തൊട്ട് 18 വയസ്സിന് മേലുള്ളവർക്ക് ഓപ്പൺ ആവും, വെബ്സൈറ്റ് ഓപ്പൺ ആവും എന്ന് പറഞ്ഞിട്ട് യു വിൽ ബി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫോൺസ് ഓർ കമ്പ്യൂട്ടേഴ്സ് ടു get a slot for vaccination on COVID website, but unfortunately ആർക്കും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് സെർവേഴ്സ് ആർ ഡൗൺ. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ JEE പരീക്ഷ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണറിന്റെ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം പോലും ആ സമയത്ത് ആപ്ലിക്കേഷൻസും രജിസ്ട്രേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെർവർ ഹാങ് ആവും. ഇത് ഇന്ത്യയുടെ മൊത്തം 18
18 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു program to get vaccinated. So you must imagine the number of people. It is estimated that around 55 lakh people try to log in today itself to get a registration, to get a slot. 18 വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ ഫ്രാക്ഷൻ മാത്രമാണ് ഇന്ന് ലോഗിൻ ചെയ്യാൻ നോക്കിയത്. പക്ഷെ anyway, the website is down and in Kerala there are no slots available until July. പക്ഷെ സെർവർ ഒന്ന് ശരിക്കും ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ by tomorrow or day after tomorrow or Monday we'll be able to again start registrations in Kerala. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ വരെ കേരളത്തിലെ സ്ലോട്ട്സ് ഒന്നും കാണിക്കുന്നില്ല എന്നാണ് many people have been reporting to me. Okay, anyway, whenever you get it, first നിങ്ങളുടെ ഫസ്റ്റ് ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അശ്വിൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരു സംശയമുണ്ട്, വെദർ യു നീഡ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് ഓർ നോട്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഐ വുഡ് സേ 100% there is no second thought, you have to get vaccinated. അതിൽ രണ്ടാമതൊരു ചോദ്യം ഇല്ല. ഓക്കെ, regarding the do's and don'ts of vaccination, I'll discuss in brief and then we'll take up questions. Okay, I'm speaking in English because I believe some of you in your college may be non-Malayali students. English and Malayalam രണ്ടും mix ചെയ്ത് പറയാം. In case somebody is not able to understand, please interrupt me. Okay, അപ്പോൾ first I'll start with the question. When was the first case of COVID reported in Kerala? You can put it in the chat box, or you can use your mic if anybody wants to answer. And which district was it in? Just a minute. Okay, anybody can tell me when was the first case of COVID reported in Kerala and which district? Okay, ഞാൻ തന്നെ പറയാം. ജനുവരി ഓഫ് 2020 ആണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കേസ് റിപ്പോർട്ട് ചെയ്തത്. That was in Thrissur district. That was in a medical student that returned from Wuhan. Wuhan എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, Wuhan is a place where the disease started. അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. Now almost 1 year and 3 months, 4 months have passed, and you know the current status. Today is the highest all through this 1 year and 4 months. ഇത്രയും അധികം കേസ് നമുക്ക് ഇതുവരായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. It's almost 35,000, more than 35,000 cases today. Okay, so that is the situation. It is a very bad situation. First wave നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സിവിയറിറ്റിയിലും ഇൻറ്റൻസിറ്റിയിലാണ് the health department is going through in the second wave. Okay, നിങ്ങളുടെ കണ്ണൂരിലായാലും, കണ്ണൂർ also I think around 2,800 cases have been reported today. So ഞാനിവിടെ ഇരിക്കുന്ന ജില്ല എറണാകുളം ജില്ലയിൽ we have more than 5,500 cases. So that is the situation. And you know the number of deaths also is highest so far reported in Kerala. Today we have 41 deaths in Kerala. Okay, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് കേസസിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ we are focusing on
reducing the number of deaths, which is going extremely high. ഇന്ത്യയിലും നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ we have around 3,500 deaths today. 1500ഓളം deaths ഉണ്ട്. And the number of cases, it is more than 3.5 lakhs every day for the past 1 week. Okay. So that is the present situation. Now coming to just a brief of how COVID patient will present to you with. Just a minute. So usually how നിങ്ങൾക്ക് ഇപ്പോൾ കൊറോണ പേഷ്യൻ്റ് അല്ലെങ്കിൽ കോവിഡ് ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കണമെങ്കിൽ യൂഷ്വലി പ്രസൻറ്റിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പനി, ജലദോഷം, ഒരു വൈറൽ ഫീവർ പോലെ തന്നെയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. യു മേ ഹാവ് ഫീവർ, ഹെഡ് ഏക്ക്, ഒരു മേലുവേദന, ഒരു മൈൽഡായിട്ട് ഒരു മേലുവേദന, ചിലവർക്ക് സ്മെല്ല് കിട്ടുന്നില്ല, അനോസ്മിയ എന്ന് പറയും നമ്മൾ, ചിലവർക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല, എജ്യൂസിയ എന്ന് പറയും. സോ ദീസ് ആർ ദ കോമൺ പ്രസൻറ്റിങ് സിംറ്റംസ്. ചിലവർക്ക് വയറിളക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു വൈഡ് സ്പെക്ട്രം ആയിട്ടാണ് നമ്മളൊരു കോവിഡ് പേഷ്യൻ്റ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ എവറി ഡേ വി സി, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജ്, എവറി ഡേ വി ഗെറ്റ് അറൌണ്ട് 100 ന്യൂ പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അല്ലാതെ മൈൽഡ് സിംറ്റംസ് ആയിട്ടാണ് ഒരു 90% ആളുകളും മൈൽഡ് സിംറ്റംസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എ ഫ്യൂ ഓഫ് ദം ഗോ ഇൻ ടു കോംപ്ലിക്കേഷൻസ് വൺസ് ദേ ഡെവലപ്പ് ദ ഡിസീസ്. അപ്പോൾ നിങ്ങൾക്ക് all this I know for the past 1 year നിങ്ങളുടെ വാട്സാപ്പ് ആയാലും ഫേസ്ബുക്കിലായാലും ടി വിയിലായാലും ഇത് മാത്രമാണ് നിങ്ങളെ ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ there is a lot of false information also going on WhatsApp. അതായത് കോവിഡ് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, അങ്ങനെ പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ടുഡേസ് സെഷൻ. ആസ് NSS volunteers you should be able to identify what is false information and what is authentic information, and only authentic information you should be transferring to other people. Okay, transferring to other persons in the community, among your family or friends, whoever it is. authentic ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് മാത്രം നിങ്ങൾ പാസ് ഓൺ ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കോവിഡ് റിലേറ്റഡ് മെസ്സേജ് വരാണെങ്കിൽ അത് വെറുതെ അങ്ങോട്ട് ഇടുന്ന ഒരു 5 ഗ്രൂപ്പിലോട്ടും ഒരു 10 പേർക്കും ഫോർവേഡ് ചെയ്യുന്ന സമയം കൊണ്ട് you just google it or look it up in some authentic website or ask somebody of your medical സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക. ബിക്കോസ് വൺ very important problem we are facing right now is എന്താ പറയാ, the amount of fake information regarding COVID that is causing a lot of panic among the public. Okay, അപ്പോൾ കഴിയുന്നതും as NSS volunteers, as professional students, you should make sure the authenticity of the information you pass it before you pass it on. ഇപ്പം ഞാൻ പറഞ്ഞു കോവിഡ് പേഷ്യൻസ് ഇങ്ങനെയാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് എനി വൈറൽ ഫീവർ ഓർ ഫീവർ, ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, loss of taste, loss of smell, and every COVID patient need not have all these symptoms. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഫീവർ മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സ്മെല്ല് മാത്രം പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞ സിംറ്റംസ് അങ്ങനെ ഒരു വൈഡ് സ്പെക്ട്രമാണ്. ഇതിൽ ഏതെങ്കിലും വരാം, ഇത് അല്ലാതും വരാം, അല്ലെങ്കിൽ ഇത് ഒന്നുമില്ലാതെ തന്നെ ആളുകൾ കോവിഡ് പോസിറ്റീവായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് വേവിൽ നമ്മൾ കോവിഡ് പോസിറ്റീവ്സ് 80% അസിംറ്റമാറ്റിക് ആയിരുന്നു. ഒരു സിംറ്റം, ഈ പറഞ്ഞ സിംറ്റംസിൽ ഒന്നും പോലും ഇല്ലാതെ ആളുകൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയതായിരുന്നു 80% കേസസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിങ് presentation of a COVID patient. Okay, now what will you do if you are COVID positive? അതായത് നമ്മൾ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആസ് പ്രൊഫഷണൽ സ്റ്റുഡൻസ്, ആസ് യൂത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദർ ഇസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ കോവിഡ്. നമ്മൾ
ആസ് എ ഡോക്ടർ ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയ്ക്ക് പറയാണ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന മരുന്ന് കഴിക്കുക എന്നൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്, ഒരു 100-95% പേഷ്യൻസും മൈൽഡ് ആയിട്ടാണ് വന്നു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ സിംറ്റംസിനെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പനി ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ കഴിക്കാം. ഇപ്പോൾ ഒരു തുമ്മൽ ഉണ്ടെങ്കിൽ യു നോ വാട്ട് യു ടേക്ക്, സെട്രസിൻ പോലൊരു മരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ ആവി പിടിക്കാം. ചെറിയ വാം സലൈൻ, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യാം. ഓൾ ദീസ് ആർ ബേസിക് തിങ്സ് യു ഷുഡ് ഡു. ഓക്കെ, ആൻഡ് ഹാവ് എ പ്രോപ്പർ ഡയറ്റ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അല്ലാതെ നമ്മൾ വാട്സാപ്പിൽ കാണുന്ന പോലെ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ 2 ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെ കുറേ ഇൻഫർമേഷൻ പോകുന്നുണ്ട്. കുറേ മഞ്ഞൾ ഇളക്കിയ വെള്ളം കുടിക്കണം, പിന്നെ ആ ചെടി പറിച്ച് കഴിക്കണം. ഓൾ ദിസ്, ആ ചെടി ആവിയാക്കി വലിക്കണം, അല്ലെങ്കിൽ ഫുഡിൻ്റെ അകത്ത് നമ്മൾ കറിയിൽ അത് ആഡ് ചെയ്യണം. സോ മച്ച് ഓഫ് ലോട്ട്സ് ഓഫ് ഫേക്ക് ഇൻഫർമേഷൻ. നത്തിങ് ഈസ് പ്രൂവൻ റൈറ്റ്. ആസ് എ ഡോക്ടർ ഐ ക്യാൻ സേ 95% ഓഫ് ദ കേസസിന് നമുക്ക് ഈ പാരസെറ്റമോളും ഈ നീരുവീഴ്ച, മൂക്കൊലിപ്പ്, തുമ്മൽ അങ്ങനത്തെ ഉള്ള സിംറ്റംസിന്റെ ബേസിക് ട്രീറ്റ്മെന്റ് മാത്രം മതി. only in a very small fraction, around 5% of the patients നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരും. സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഫോർ കോവിഡ്. അതായത് അവർ കോവിഡ് ന്യൂമോണിയയിലോട്ട് പോവാണ്, അല്ലെങ്കിൽ ചെസ്റ്റിൽ കഫം കെട്ടി ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി മാറി, അല്ലെങ്കിൽ കിഡ്നീനെ ബാധിച്ചു, ലിവറിനെ ബാധിച്ചു, അങ്ങനെ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്ന കോവിഡ് പേഷ്യൻസിനെ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, റെംഡെസിവിർ, ടോസിലിസുമാബ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പ്രൂവൺ അല്ലെങ്കിലും വി ഹാവ് ട്രൈഡ് ഇൻ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അതർവൈസ് there is no specific treatment. That is one thing that you should always keep in your mind. Okay, that is your, once you are covid positive. ഇനി കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ബേസിക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞു. അത് കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്റ്റേയിങ് ഇൻ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യെസ്, ഐസൊലേഷൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് എനിബഡി. ഇപ്പോൾ ചിലവർ വിളിച്ച് ചോദിക്കാം, ഞാനിപ്പോൾ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, അവരായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ദാറ്റ് ഇസ് ഐസൊലേഷൻ മീൻസ് സ്ട്രിക്റ്റ് ഐസൊലേഷൻ. വി ഷുഡ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് എനിബഡി. ഓക്കെ, നമ്മൾ ആരായിട്ട് കോണ്ടാക്ട് വരുന്നു അവർ അറ്റ് റിസ്ക് ആണ് ടു ഡെവലപ്പ് ദ ഡിസീസ്. ഓക്കെ, നമ്മൾ എത്ര പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ട്രാൻസ്മിഷൻ ഇപ്പോൾ നടക്കുന്നത്. What we are seeing is, if one person is positive, you family will turn positive, because നമ്മൾ അത്ര ഒരു ക്ലോസ്ഡ് സ്പേസിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. വീടിൻ്റെ അകത്ത് നമ്മൾ മാസ്കോ സാനിറ്റൈസറോ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും പാലിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ വീടിൻ്റെ അകത്ത്, റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കാം. So this is another thing you should do. And once you are outside in the community, you should follow social distancing, face masking. അതൊക്കെ നിങ്ങൾ ഒരു വർഷമായിട്ട് സ്ഥിരം കേട്ട് വരുന്നതാണ്. ഐ ഡോണ്ട് നീഡ് ടു റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് റിഗാർഡിങ് ഐസൊലേഷൻ. പിന്നെ വേറെ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് ക്വാറന്റൈൻ. ക്വാറന്റൈൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അസുഖമില്ല പക്ഷെ ഒരു പോസിബിൾ എക്സ്പോഷർ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വന്ന ആളിനെയാണ് നമ്മൾ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ക്വാറന്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് ഒരു പോസിറ്റീവ് പേഷ്യൻ്റ് ആയിട്ട് എക്സ്പോഷർ മാത്രമേ വന്നിട്ടുള്ളൂ, ബട്ട് യു ഹാവ് നോട്ട് ടേൺഡ് പോസിറ്റീവ്. ഇൻ ദാറ്റ് കേസ് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് യു വിൽ ടേൺ പോസിറ്റീവ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പീരീഡിൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്താണ്. അതിനെയാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അതിപ്പോൾ പുറമേ നിന്ന് വേറെ ജില്ലയിൽ നിന്ന് അല്ല വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളായിരിക്കാം, ഇന്റർനാഷണൽ ട്രാവലർ ആയിരിക്കാം, ഓർ യു മേ ഹാവ് കം ഇൻ കോണ്ടാക്ട് വിത്ത് എനി പോസിറ്റീവ് പേഷ്യൻ്റ്. അങ്ങനെയുള്ള ആളുകളെ ഒക്കെ നമ്മൾ ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട്. ക്വാറന്റൈൻ പീരീഡ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. 14 days ആണ് നമ്മൾ ക്വാറന്റൈൻ അഡ്വൈസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ്
is 14 days. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിനിൽ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ കൊറോണ അല്ലെങ്കിൽ ഏത് അണുവാണോ അത് എൻ്റർ ചെയ്തതിന് ശേഷം ആദ്യത്തെ സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആ പീരീഡ് ആണ്. ടൈം ഇൻ്റർവെൽ ഇസ് കോൾഡ് as ഇൻക്യുബേഷൻ പീരീഡ്. ഫോർ എക്സാമ്പിൾ ഹിയർ Ashwin was exposed to a chicken pox patient. ഓക്കെ, അപ്പോൾ ചിക്കൻ ബോക്സ് വൈറസ് അശ്വിൻ്റെ ശരീരത്തിൽ കയറി എപ്പോഴാണോ ഫസ്റ്റ് സ്കിന്നിൻ്റെ പുറത്ത് ഫസ്റ്റ് കുരു പോലെ വന്നത് ആ ഒരു പീരീഡാണ് നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ഒരു ഇൻക്യുബേഷൻ, കൊറോണ നമ്മുടെ ശരീരത്തിൽ കയറി എപ്പോൾ നമുക്ക് ഫസ്റ്റ് പനിയോ അല്ലെങ്കിൽ ജലദോഷം തുടങ്ങുന്നു ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ്. കൊറോണയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡ് ക്യാൻ ബി ആസ് ലോ ആസ് 1 day ടു അപ് ടു 14 days വരെ ആവും. ഓൺ ആൻ ആവറേജ് 7 ദിവസമാണ്. ഏറ്റവും കുറഞ്ഞ ചിലവരിൽ ഒരു ദിവസം. ഇപ്പം ഇന്ന് അശ്വിൻ ഞാനായിട്ട് കോണ്ടാക്ട് വന്നു, ഞാൻ പോസിറ്റീവാണ്. ചിലപ്പോൾ അശ്വിനെ നാളെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അശ്വിന് 14 ദിവസം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം ഈ അസുഖം കിട്ടുന്നത്. ഓൺ ആൻ ആവറേജ് 7 days. മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് വിൽ ഡെവലപ്പ് വിത്തിൻ 7 days. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് എക്സ്പോഷർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു 7ാം ദിവസം ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ദ ടെസ്റ്റ് ടു പിക്ക് അപ്പ് ദ വൈറസ്. ഓക്കെ, സോ ഓൾ ദിസ് again regarding COVID, some basics. Okay, now that is quarantine and isolation. ഓക്കെ, പിന്നെ ടെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെസ്റ്റ് വി ഹാവ് ആൻറ്റിജൻ ടെസ്റ്റ്, PCR ടെസ്റ്റ്. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റാപ്പിഡായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ആൻറ്റിജൻ. അത് നമ്മൾ സാധാരണ രണ്ടും ആയാലും മൂക്കിൽ നിന്ന് സ്രവം തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ആൻറ്റിജൻ ടെസ്റ്റ് റിസൾട്ട് വിൽ കം ഇൻ 15 minutes. PCR ടെസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് 2 hours. പക്ഷേ അത് ലാബിൻ്റെ ലോഡ് അനുസരിച്ച് ഇറ്റ് വിൽ ടേക്ക് അപ് ടു 24 hours. ഓക്കെ, PCR ടെസ്റ്റ് ഇസ് the best test to diagnose this disease. ആൻറ്റിജൻ ആണെങ്കിൽ നമുക്ക് ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പിക്ക് ചെയ്യുള്ളൂ, ഈ ടെസ്റ്റ് പിക്ക് ചെയ്യുള്ളൂ. So that is some basics regarding testing. അപ്പോൾ സിംറ്റംസ് ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, ഹൗ ടു പ്രിവെൻറ്റ് ത്രൂ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ ഞാൻ പറഞ്ഞു, ആൻഡ് tests that are available currently. All of you, most of you കോളേജിൽ തിരിച്ച് ജോയിൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കാണായിരിക്കും. യൂഷ്വലി ആൻറ്റിജൻ ഓർ PCR എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മിക്കവരും, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ ലാസ്റ്റ് 1 year. Okay, now next we'll come to the today's most relevant topic, that is regarding COVID vaccination. കോവിഡ് വാക്സിനേഷനെ കുറിച്ചും നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വായിക്കുന്നത് തന്നെയാണ്. യു നോ ദാറ്റ് ദർ ആർ സോ മെനി വാക്സിൻസ് ദാറ്റ് ഇസ് അവൈലബിൾ. ഫോർ എക്സാമ്പിൾ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് കോവിഷീൽഡ്. കോവാക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു കോവിഷീൽഡ് ഇസ് ഫ്രം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. കോവാക്സിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാരത് ബയോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന ഒരു വാക്സിൻ ഉണ്ട്. പിന്നെ പുറമേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചൈനയുടെ സൈനോഫാം, ഫൈസറിൻ്റെ വാക്സിൻ, സ്പുട്നിക്, റഷ്യ സ്പുട്നിക് ഇസ് ഓൾസോ കമ്മിങ് ടു ഇന്ത്യ. അപ്പോൾ whatever be the vaccine, whatever vaccine you get, all these vaccines have been proven to be very efficient. ഓക്കെ, ഏത് വാക്സിൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് വാക്സിൻ ആണോ കിട്ടുന്നത് അത് എടുക്കണം. ഇത് വെറുതെ ഒരു കമ്പനി വെറുതെ ഇറക്കിയതല്ല. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് 3 ഫേസും കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇതിനൊരു അനുമതി കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വേറെ റൂമേഴ്സ് ഉണ്ട്, ലൈക്ക് കോവാക്സിൻ ഇസ് one vaccine which has not passed through phase 3. All that is not true. All these vaccines റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഫേസ് ട്രയൽസും കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ചില വാക്സിൻസ് ഒന്നും കൂടി ഫാസ്റ്റ് പ്രോസസ് ഓഫ് ട്രയൽ പ്രൊസീജിയേഴ്സ് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറേ ആൾക്കാർ സ്കെപ്റ്റിക്കലായിട്ട് ഇരിക്കുന്നത് വെദർ ദിസ് വാക്സിൻ ഇസ് എഫക്റ്റീവ് ഓർ നോട്ട്. പക്ഷെ സോ ഫാർ all those persons who have taken any of these vaccines,
they have not developed any complications. ഞാൻ ഇവരൊന്നും അസുഖം വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. Many people have developed the disease even after getting the vaccine. പക്ഷേ so far in my experience and in the experience of Kerala, no patient who has taken the vaccine has 2 doses of vaccine has died. Okay, and a very minute fraction have actually needed hospitalization. ഇതിൽ ചിലപ്പോൾ 100 പോട്ടെ 500 ഒരാൾ മാത്രമായിരിക്കും 2 ഡോസ് വാക്സിൻ എടുത്ത ആൾക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വന്നിരിക്കും. ഒറ്റ ആൾ പോലും മരിച്ചിട്ടുമില്ല. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ദാറ്റ് വാക്സിൻ വിൽ പ്രൊട്ടക്ട് യു ഫ്രം ദ ഡിസീസ് 100%, ബിക്കോസ് നമ്മൾ മാക്സിമം നമ്മൾക്ക് എഫിഷ്യൻസി കണ്ടുപിടിച്ചിരിക്കുന്ന കോവാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവാക്സിൻ എന്ന് പറഞ്ഞ വാക്സിൻ ഇസ് ഓൺലി 81% എഫിഷ്യൻറ്റ്. ദാറ്റ് ഈസ് 100 പേര് കോവാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 81% അസുഖം വരില്ല. പക്ഷെ അറൌണ്ട് 19 unlucky persons or unfortunate persons will still develop the disease. And out of this 19, 19 പേരും മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാം. And 1% may need hospitalization out of this 19. Okay, so അതാണ് ആ വാക്സിൻ്റെ എഫിഷ്യൻസിയും എഫിക്കസിയും കാണിക്കുന്നത്. Okay, so the message is, whatever vaccine you get, take it. Okay, Sputnik 5 has reached India, which has a success rate of more than 95%. Okay, that has been tried abroad. The trials has taken place abroad. Okay, നമ്മൾ ഇന്ത്യൻ സിനാരിയോയിൽ നമ്മളിപ്പോൾ ഓരോ ഡ്രഗ്സും അതാത് എത്നിസിറ്റിയിൽ നമുക്ക് ട്രയൽ ചെയ്താൽ മാത്രമുള്ള ഓരോ ബോഡിക്കും ഓരോ ജെനറ്റിക്സ് ആണ്. My genetics will not be your genetics. Okay, the person's ethnicity also, the genetics also play a role in how the vaccine will, how the person will react to a vaccine. അപ്പോൾ ട്രയൽസ് നടത്തുമ്പോൾ യൂഷ്വലി ഏത് മരുന്നാണെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കും, പിന്നെ പല പോപ്പുലേഷൻസിൽ അതിൻ്റെ എഫിഷ്യൻസി റിപ്പീറ്റഡ് ട്രയൽസ് ചെയ്ത് നോക്കും. ഇപ്പോൾ അമേരിക്കയിൽ കണ്ടുപിടിച്ച വാക്സിൻ ആണെങ്കിലും ഇന്ത്യയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ പോപ്പുലേഷനിൽ എത്ര എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഈ സ്പുട്നിക് വാക്സിൻ വാസ് ട്രൈഡ് ഇൻ റഷ്യ, ഇറ്റ് വാസ് ഫൗണ്ട് എഫക്റ്റീവ്. ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇറ്റ് ഈസ് ബീങ് ബ്രോഡ് ബിക്കോസ് ദർ ഇസ് വാക്സിൻ ഷോർട്ടേജ്. ഇൻ ഇന്ത്യ ദ വാക്സിൻസ് സ്പുട്നിക് എത്തിയതിനു ശേഷം ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് വിൽ ബി, വി ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി ആസ് ഗുഡ് ആസ് the results we found in Russia. Anyway, it is not harmful to take any vaccine. That's what my message is. Okay, so അപ്പോൾ നമ്മൾ കോവിഷീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോവിഷീൽഡ് ആണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ആദ്യം തുടങ്ങിയ സമയം തൊട്ട് കോവിഷീൽഡ് ആണ് നമുക്ക് ഏറ്റവും അധികം അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ there are 100 vaccination centers in your district, around 85% of these centers will be having fully Covishield. Only 15% may be having Covaxin. Selected ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോവാക്സിൻ വയ്ക്കുന്നുള്ളൂ. ഒരേ സൈറ്റിൽ നമുക്ക് 2 വാക്സിൻ ചൂസ് ചെയ്യാനുള്ള അവസരമില്ല. ബിക്കോസ് 2 മിക്സപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ണൂരുള്ള ആളുകളാണ്, ഇപ്പോൾ നിങ്ങൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ കണ്ണൂർ ജനറൽ ആശുപത്രിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ either കോവിഷീൽഡ് ഓർ കോവാക്സിൻ, either of them only will be available. Okay, so don't, നിങ്ങൾ വിചാരിക്കരുത് അവിടെ പോയിട്ട് എനിക്ക് സെലക്ട് ചെയ്യാം, ഏതിലും ഞാൻ ചൂസ് ചെയ്താൽ പോരെ എന്നല്ല. At the time of registration, you should clearly know what vaccine you are planning to take. അതിനുശേഷം മാത്രമാണ് നമ്മൾ വെന്യൂ അല്ലെങ്കിൽ വാക്സിനേഷൻ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സൊക്കെ കുറേ വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. യു ജസ്റ്റ് നീഡ് ടു ഗോ ടു കോവിൻ. ഓൾ ഓഫ് യു ആർ ടെക്നിക്കലി വെരി അഡ്വാൻസ്ഡ്. അപ്പോൾ കോവിൻ COWIN വെബ്സൈറ്റിൽ പോവുക, just register, go through the registration process. You just need to put in your phone number. Okay, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം സ്ലോട്ടും ഒരു വെന്യൂം ഒരു വാക്സിനേഷൻ സൈറ്റും കിട്ടും. ഇപ്പോൾ സെർവറൊക്കെ ഡൗൺ ആയതുകൊണ്ട് you may not get the correct location to get vaccinated. Okay, one question has come. Good. Mortality rate of younger persons കൂടുന്നത് എന്തുകൊണ്ടാണ്? Okay, that is one very good question. ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ, ഒരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് അബവ് 45 years ഹാവ് ബീൻ വാക്സിനേറ്റഡ്. 60 വയസ്സിന് മേലെയുള്ള
ഒരു മേജർ ഷെയർ ആളുകളെങ്കിലും വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. ബിറ്റ്വീൻ 45 to 60 population also we have been able to vaccinate, especially in Kerala. പക്ഷെ 45, അപ്പോൾ അതുകൊണ്ട് തന്നെ 45 ഇയേഴ്സിന് താഴെയുള്ള ആളുകളാണ് കൂടുതൽ വൾണറബിൾ ടു ഗെറ്റ് ദ ഡിസീസ്. ആൻഡ് ലൈക്ക് ഐ സെഡ്, സിൻസ് ദേ ആർ നോട്ട് വാക്സിനേറ്റഡ്, ദേ ആർ മോർ ലൈക്ലി ടു ഗോ ഇൻ ടു കോംപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേവിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെത്തുകളൊക്കെ അബോവ് 60 ഇയേഴ്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ആ സമയത്ത് വാക്സിനേറ്റഡ് ആയില്ല. ഇപ്പോൾ 60 വയസ്സിനുള്ള മേലുള്ള ആൾക്കാർക്ക് അസുഖം വരവ് കുറവാണ്, കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നതും കുറവാണ്. So the more vulnerable population is likely to be affected more, and mortality also will be higher in the more vulnerable population, which is the unvaccinated population under 45 years of age. That is my not my explanation, that is the general explanation for the current situation. Okay, പിന്നെ വേറെ കുറെ എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. ദീസ് ന്യൂ വേരിയൻസ്, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻ്റ് ഇന്ത്യൻ വേരിയൻ്റ് ഉണ്ട്, UK വേരിയൻ്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ് ഉണ്ട്, ബ്രസീലിയൻ വേരിയൻ്റ് ഉണ്ട്. ബട്ട് ആസ് ഫാർ ഫ്രം അവർ എക്സ്പീരിയൻസ്, ദിസ് വേരിയൻ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അഫക്റ്റിംഗ് ലോവർ യങ്ങർ ഏജ് പീപ്പിൾ ഓർ ഓൾഡർ ഏജ് പീപ്പിൾ. അതിലൊന്നും ഒരു എവിഡൻസ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇറ്റ് ഇസ് ഓൾ ദീസ് സ്ട്രെയിൻസ് എഫക്ട് ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. പക്ഷേ ദ വാക്സിനേറ്റഡ് പീപ്പിൾ ആർ ലെസ് ലൈക്ലി ടു ഗോ ഇൻ ടു കോംപ്ലിക്കേഷൻസ്. Okay, that is the explanation to the question of Krishna Prasad. Okay, നമ്മളിപ്പോൾ പറഞ്ഞു വന്നതാണ്, വൺസ് യു ഗെറ്റ് രജിസ്റ്റേർഡ്, നിങ്ങൾക്ക് സൈറ്റ് വെന്യൂ കിട്ടിയില്ല, ടൈം കിട്ടിയില്ല എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യുവർ നമ്പർ ഇസ് രജിസ്റ്റേർഡ് ഇൻ ദ പോർട്ടൽ, ദാറ്റ് ഇസ് ഇനഫ്. Okay, then you can go to any vaccination site. വാക്സിനേഷൻ സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പർ അവിടെ ആ വാക്സിനേഷൻ പോയിന്റിൽ ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ യുവർ ഡീറ്റെയിൽസ് that you entered while registering will be shown there. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഡോസ് ആണോ സെക്കൻഡ് ഡോസ് ആണോ എന്നൊക്കെ, ഏത് വാക്സിനേഷൻ. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കണ്ണൂരാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത്, even if you go to Kashmir and try to get vaccinated, your കണ്ണൂർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കശ്മീരിൽ പോയാലും നിങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ബിക്കോസ് ഓൾ ഇന്ത്യ ഈ കോവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഞങ്ങൾക്ക് വെന്യൂ കിട്ടിയില്ല, ടൈം കിട്ടിയില്ല, പക്ഷെ നമ്പർ രജിസ്റ്റേർഡ് ആണ് പോർട്ടലിൽ. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ ഏതെങ്കിലും വാക്സിനേഷൻ സൈറ്റിൽ പോയിട്ട് വാക്സിൻ എടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അവിടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഓൾ ദീസ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഹാവ് ടോക്കൺ സിസ്റ്റം. ആദ്യം വരുന്ന, ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് വാക്സിൻ സപ്ലൈ അല്ല, ഒരു വാക്സിനേഷൻ സെൻറ്ററിൽ മാക്സിമം 100 തൊട്ട് 150 പേരെയാണ് നമ്മൾ കുത്തിവെക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന 100, ആദ്യം കൊടുത്തിരിക്കുന്ന 100 പേരെ മാത്രമാണ്, 150 പേര് 100 പേരെ മാത്രമാണ്, ടോക്കൺ ഉള്ളവരെ മാത്രമാണ് അവിടെ വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ടോക്കൺ കിട്ടണമെങ്കിൽ you should be registered and you should reach there. Okay, now Abhijit has a question. Sir, you might have noticed that since the vaccination started, the COVID cases surged to a new high. So is it because of the lack of awareness of people, as they thought they have been vaccinated, so they have no fear of being caught by COVID? Isn't this carelessness and responsibility shown by the public? Yes, very true. What he said is very true. ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു ഈ പീരീഡിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്ത് നമ്മളുടെ ഒരു പബ്ലിക്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദീസ് ലോക്ക്ഡൗൺ ആൻഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ദ കറണ്ട് സിറ്റുവേഷൻ ഇൻ ഏപ്രിൽ 2021 നമ്മളുടെ പബ്ലിക്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സീ ദ ഡിഫറൻസ്. നോട്ട് ദ പബ്ലിക് അലോൺ, അമംഗ് യുവർ സെൽഫ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിതിപ്പോൾ കാഷ്വലാണ്, ഇറ്റ് വോണ്ട് എഫക്റ്റ് മീ എന്നൊരു തോന്നലാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. ഇത് എനിക്ക് അറിയുന്നില്ല, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 10 പേർക്ക് വന്നു, അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് പരിചയമുള്ള കുറേ പേർക്ക് വന്നിട്ടുണ്ട്, ആർക്കും ഒരു കോംപ്ലിക്കേഷൻ
വന്നിട്ടില്ല. ദാറ്റ് ഇസ് എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ദാറ്റ് ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദം. അപ്പുറത്ത് വരെയായിരിക്കും ഇപ്പുറത്ത് വരെയായിരിക്കും, ആർക്കും പ്രശ്നമൊന്നും വരില്ല, എനിക്ക് എന്തായാലും വരികയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ് ഇസ് ലൈക്ക് വാട്ട് അഭിജിത്ത് സെഡ്, കെയർലെസ്നെസ്, ഇറസ്പോൺസിബിലിറ്റി ഷോൺ ബൈ ദ പബ്ലിക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സെക്കൻഡ് വേവിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ലൈക്ക് ഹി സെഡ്, ഈ വാക്സിനേഷൻ കാരണമാണോ ആളുകളുടെ കോൺഫിഡൻസ് കൂടിയിട്ടാണ്? വൺ ഇസ് ദാറ്റ്, കോൺഫിഡൻസ് കൂടിയിട്ടാവാം. പക്ഷെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ വാക്സിനേറ്റഡ് ഉള്ള ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും അസുഖം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ദാറ്റ് മീൻസ് ദേ ആർ കാരിയേഴ്സ് ഓഫ് ദ ഡിസീസ്. If this person who is vaccinated actually get the disease, he won't go into complication, that is sure. പക്ഷെ ആള് ഞാൻ വാക്സിനേറ്റഡ് ആണ്, ഞാൻ ഇനി മാസ്കും സാനിറ്റൈസറും ഒന്നും ഉപയോഗിക്കുന്നില്ല, he goes and speaks to people in the community. There may be vulnerable people. ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാർ, ഷുഗർ ഉള്ള ആൾ, പ്രഷർ ഉള്ള ആൾ, ഹാർട്ട് ഡിസീസ് ഉള്ള ആൾ, അവർക്കൊക്കെ ഇത് വരാം. Even though that person is protected, the other persons who come in contact with this person are at risk and they may go to come. അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര സ്പ്രെഡ്. ഓക്കെ, നമ്മൾ യൂഷ്വലി നമ്മളൊരു R0 റിപ്രൊഡക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കോവിഡിന്റെ കാര്യത്തിൽ നമ്മൾ പറയും. ദാറ്റ് ഇസ് ഹൗ മെനി പേഴ്സൺസ് ഓൺ ആൻ ആവറേജ് കോവിഡ് പോസിറ്റീവ് വിൽ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു. അതായത് എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഞാൻ എത്ര പേർക്ക് അസുഖം കൊടുക്കും. നമ്മൾ ഇനീഷ്യലി കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് ഓൺലി 2 to 2.5 എന്നാണ്. ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് ഇത് വെച്ചിട്ട് ഇറ്റ് ഇസ് 4.5 to 5. ഒരാൾ ആൻ ആവറേജ് 5 പേർക്കാണ് കൊടുക്കുന്നത്. ദാറ്റ് ഷോസ് ഹൗ മച്ച് ദ സ്പ്രെഡ് ഇസ് ഓക്കറിങ്. പിന്നെ കഴിഞ്ഞ തുടക്കത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പേഷ്യന്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ട്. അന്നത്തെ ദിവസം ന്യൂസിൽ ഫുള്ള് റൂട്ട് മാപ്പ് ആയിരിക്കും. ഇന്ന വ്യക്തി ഈ വഴി കൂടെ ഈ സമയത്ത് പോയിട്ടുണ്ട്, ആ ഭാഗത്തുള്ള എല്ലാവരും പിന്നെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ റൂട്ട് മാപ്പ് കാണുന്നുണ്ടോ നിങ്ങൾ? ടി വിയിൽ റൂട്ട് മാപ്പ് ഉണ്ടാക്കിയതായിട്ട് പോലും അറിയുന്നില്ല. ബിക്കോസ് that person may have gone through innumerable number of persons in between. അറിഞ്ഞിട്ടായിരിക്കാം, അറിവില്ല, പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം, ഇനി അറിയാതെ പോകുന്ന ആളുകളുണ്ട്. സോ that is the reason why there is so much of spread now. When vaccination started, the bookings for family trips increased, so that may be the reason. Okay, it is said the second dose, if you taken 40 to 42 dose and everything. Okay, that is one very good question. നമ്മൾ കോവിഷീൽഡും കോവാക്സിനും കുറിച്ച് പറഞ്ഞു. മോസ്റ്റ് ഓഫ് യു ആർ ലൈക്ലി ടു ഗെറ്റ് വാക്സിനേറ്റഡ് വിത്ത് കോവിഷീൽഡ്. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഇസ് ദ വൺ ദാറ്റ് ഇസ് കറന്റ്ലി അവൈലബിൾ. കോവാക്സിൻ നമുക്ക് ഭയങ്കര ഷോർട്ട് സപ്ലൈ ആണ്, സ്പുട്നിക് വരാൻ പോകുന്നു. ഓക്കെ, ഇപ്പോൾ കോവിഷീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡോസ് വൺസ് യു ഗെറ്റ് രജിസ്റ്റേർഡ്, യു ഗോ ടു ദ വെന്യൂ ടു ഗെറ്റ് വാക്സിനേറ്റഡ്, യു ഗെറ്റ് എ ടോക്കൺ. ആ ടോക്കൺ നമ്പർ വരുമ്പോൾ വിളിക്കുന്നു. ദ വാക്സിൻ ഇസ് ടേക്കൺ 0.5 ml ഓൺ ദ ഇൻസേർഷൻ ഓഫ് യുവർ ലെഫ്റ്റ് ഷോൾഡർ. അതായത് ലെഫ്റ്റ് ഷോൾഡറിലായിരിക്കും നമുക്ക് വാക്സിൻ കുത്തിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഡോസ്. സെക്കൻഡ് ഡോസ് നമുക്ക് എനി ടൈം, ഇഫ് ഇറ്റ് ഇസ് കോവിഷീൽഡ്, എനി ടൈം ബിറ്റ്വീൻ 4 weeks to 8 weeks യു ക്യാൻ ടേക്ക്. ഓക്കെ, 4 weeks to 8 weeks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 month, അതായത് ബിറ്റ്വീൻ 28 days to 1 to 2 months. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് 28 days കഴിഞ്ഞ് തന്നെ എടുക്കണം എന്നായിരുന്നു, ബിറ്റ്വീൻ 4 to 6 weeks എന്നായിരുന്നു. അത് പിന്നെ ഗവൺമെന്റ് അത് മാറ്റി ബിറ്റ്വീൻ 4 weeks to 8 weeks ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന എവിഡൻസ് അനുസരിച്ച് മോർ യു പ്രൊലോങ് ദ സെക്കൻഡ് ഡോസ്, ബെറ്റർ ദ എഫിഷ്യൻസി, ബെറ്റർ ദ എഫിക്കസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ആസ്ക് മീ, യു ടേക്ക് കോവിഷീൽഡ് സെക്കൻഡ് ഡോസ് അറൌണ്ട് 50th to 60th day, 50 തൊട്ട് 60 ദിവസത്തിൻ്റെ അകത്ത് സെക്കൻഡ് ഡോസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇൻ കേസ് ഈ പറഞ്ഞ മാതിരി ഉജ്വൽ പറഞ്ഞ പോലെ സെക്കൻഡ് ഡോസ് നമുക്ക് ഷോർട്ടേജ് ആണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസിനാണ് നമ്മൾക്ക് ഇതുവരെ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അതായത് സെക്കൻഡ് ഡോസ് വരുന്നവർക്ക് കൂടുതൽ ടോക്കൺസ് കൊടുക്കും. വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാഹചര്യം ഇല്ല. ഓക്കെ, അപ്പോൾ അത് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈവൻ if you weren't able to take it before 60th day, it's okay. Up to 90 days എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും
അതിൻ്റെ ആക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ടോട്ടലി ലോസ്റ്റ് അല്ല. ഐഡിയലി വിത്തിൻ 60 days യു ഷുഡ് ടേക്ക്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 3 months ഓർ 90 days, നോ പ്രോബ്ലം. ഓക്കെ, ദാറ്റ് ഇസ് വിത്ത് കോവിഷീൽഡ്. കോവാക്സിൻ നമ്മൾ പറയുമ്പോൾ എപ്പോഴും 4 to 6 weeks ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ 28 days to 42 days you have to take the second dose. Okay, so that is regarding the dosage. Okay, 0.5 ml left shoulder. If it is Covishield, take it between 1 month to 2 months ideally. Okay, 28 days to 60 days എടുക്കുന്നതാണ് നല്ലത്. Best thing is between 50 to 60 days. Okay, പക്ഷേ in case you don't get second dose within 60 days, it's okay, you can take up to 90 days. Okay, those slightly efficiency കുറയെങ്കിലും 90 days വരെ എടുത്താലും കുഴപ്പമില്ല. Okay, so that is the first thing about this. Now Devadarshan has something. Sir, I heard in the news that some variants of the coronavirus are somewhat resistant to their proteins in cell mutated to resist the effect of vaccine. This is a bigger danger issue. Okay, that is another big question. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ പറയാമെങ്കിൽ, പക്ഷേ സിൻസ് ഹി ഹാസ് ആസ്ക്ഡ് ഐ വിൽ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ വാക്സിൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസിൻ്റെ ഒരു പാർട്ടിക്കിളാണ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഐദർ ദ വൈറസ് ഓർ സം പോർഷൻ ഓഫ് ദ വൈറസ് ഓർ ദ RNA or DNA മെറ്റീരിയൽ ഓഫ് ദ വൈറസ് വി ആർ മേക്കിംഗ് ഇൻ ടു എ വാക്സിൻ ഫോം ആൻഡ് ഇഞ്ചെക്ടിങ് ഇൻ ടു ദ ഡിസീസ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെതിരെ പ്രൈം ആവും. വൺസ് ദ വൈറസ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ഇൻ ടു യുവർ ബോഡി, ദ ബോഡി വിൽ സ്റ്റാർട്ട് getting primed to the antigen or the virus and will produce immunity. Body will അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ബോഡി തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി ശരിക്കും ആ വൈറസ് ശരിക്കും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദിസ് വൈറസ് വിൽ ബി ഡിസ്ട്രോയിഡ് ബൈ അവർ ഇമ്മ്യൂൺ സിസ്റ്റം ഇറ്റ്സെൽഫ്. അതാണ് നമ്മുടെ വാക്സിൻ്റെ ഒരു മെക്കാനിസം. അത് ഈ കോവിഡ് വാക്സിൻ്റെ മാത്രമല്ല, നിങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് മീസിൽസ് വാക്സിൻ എടുത്തിട്ടുണ്ടാവും, DPT എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഈ വൈറസ് മീസിൽസ് വൈറസിൻ്റെ ഒരു ചെറിയ അംശമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോഡി അതിനുള്ളൊരു പ്രതിരോധ ശേഷി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ആൻറ്റിബോഡീസ് ഉണ്ടാവും. അപ്പം ദ മൊമെന്റ് ആക്ച്വൽ മീസിൽസ് വൈറസ് എൻറ്റേഴ്സ് ഇൻ ടു യുവർ ബോഡി, ദ ബോഡി വിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രോയ് ദ മീസിൽസ് വൈറസ്. സെയിം കോൺസെപ്റ്റ് ഇസ് യൂസ്ഡ് ഹിയർ ഇൻ കോവിഡ്. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിലുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് വൈറസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബോളും അതിന് ചുറ്റും കുറേ മുള്ളു പോലത്തെ സാധനങ്ങളുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് എ സ്പൈക്ക്. ദാറ്റ് ഇസ് സ്പൈക്ക് പ്രോട്ടീൻ ഓഫ് ദ വൈറസ്. അപ്പോൾ ഈ കോവിഷീൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്പൈക്ക് പ്രോട്ടീൻ മാത്രം ഐസൊലേറ്റ് ചെയ്ത് വാക്സിൻ രൂപത്തിലാക്കിയിരിക്കുന്നതാണ്. സോ വെൻ യു ഇൻജെക്ട് the vaccine, the antigen that is being injected into your body is the spike protein. ആ കൊമ്പ് പോലത്തെ സാധനം മാത്രമാണ് ഇൻജെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതുവരെ നമുക്ക് അപ്പോൾ നമ്മുടെ ബോഡി അതിനുള്ള പ്രതിരോധമാണ് ഉണ്ടാക്കുന്നത്, കോവിഡ് സ്പൈക്ക് ആൻറ്റിബോഡിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നമ്മളുടെ ഇന്ത്യയിൽ കണ്ടുവന്നിരുന്ന വാക്സിൻസൊക്കെ അല്ല വൈറസുകളൊക്കെ ഈ കോവിഷീൽഡ് വെച്ച് ഡിസ്ട്രോയിഡ് ആവും. Okay, but now what happens is there are newer strains, mutations are happening within the spike protein. അതായത് ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് സ്ട്രെയിൻ എന്ന് പറയുന്ന സ്ട്രെയിൻ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്ന ഈ സ്പൈക്ക് പ്രോട്ടീനിലാണ്. സോ ഇഫ് യു ഗെറ്റ് an infection with this newer strain, our body has an antibody only against this particular spike protein. ഈ വരുന്ന ബ്രിട്ടീഷ് സ്ട്രെയിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ വ്യത്യാസമുണ്ട്. So our body may not be able to mount a proper immune reaction, immune defense അതിനെതിരെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കില്ല. I know it's getting complicated for you. പക്ഷേ since he is asked, I have answered. പക്ഷെ നമ്മളൊരു കോവാക്സിൻ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് കോവിഡ് വൈറസിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ മാത്രമല്ല ആ വൈറസ് എങ്ങനെയാണോ അതിനെ അതേപോലെ തന്നെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് വാക്സിൻ രൂപത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഇനി ഏത് സ്ട്രെയിൻ ഏത് മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻ വന്നു കഴിഞ്ഞാലും ആ വൈറസിൻ്റെ ബേസിക് സ്ട്രക്ചർ വിൽ ബി ദെയർ. ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് ദാറ്റ് ബേസിക് സ്ട്രക്ചർ വിൽ ബി ദെയർ ഇൻ ദ ബോഡി.
So any type of mutated virus that enters into the body, Covaxin will destroy it. Covaxin കൊണ്ട് mount ചെയ്തിരിക്കുന്ന antibodies will destroy it. Okay. So I told you all these vaccines are very effective. More or less നമ്മുടെ immune system activate ചെയ്യാൻ മാത്രമാണ് നമ്മളുടെ ഉദ്ദേശമുള്ളൂ. പക്ഷേ if you are given a choice, കോവിഷീൽഡ് വെച്ചു കോവാക്സിൻ വെച്ചു ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തോ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് വാസ് മീ ഐ വിൽ ടേക്ക് കോവാക്സിൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫുൾ വൈറസിനെയാണ് ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻ വന്നു കഴിഞ്ഞാലും നമുക്കെതിരെയുള്ള പ്രതിരോധം ഉണ്ടാവും. പക്ഷെ കോവാക്സിൻ വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കോവാക്സിൻ ഇസ് ഇൻ ഷോർട്ട് സപ്ലൈ. ഞാൻ എടുത്തിരിക്കുന്ന കോവിഷീൽഡാണ്. ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയത് കോവിഷീൽഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ if I'm given a choice, I would have taken Covaxin. But that is not required for you. Just know that when you get a vaccine, all these vaccines are effective. The basic principle is to stimulate your immune system. That will be done by any of these vaccines, and that will help you in preventing complications from COVID. Okay, so that is one thing. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി വാക്സിൻ അവൈലബിലിറ്റി, 2 വാക്സിൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്താണ് സൈഡ് എഫക്ട്സ്? ഓക്കെ, സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഐ ടുക്ക് ദ വാക്സിൻ. ഞാൻ ഫസ്റ്റ് ദിവസം കേരളത്തിൽ ഫസ്റ്റ് വാക്സിൻ വന്നപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ എടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് പറയാം, ഐ ഹാഡ് ഹൈ ഗ്രേഡ് ഫീവർ ഫോർ 2 days. ഇനി ഭയങ്കര പനി വിറയൽ കുളിരൊക്കെ ഉണ്ടായിരുന്നു ഫോർ 2 days. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അത് നോർമൽ ആയി. Okay, so of the persons who are vaccinated, a small fraction, ഇപ്പോൾ ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ഒരു 40 പേർക്ക് പനി വരും. 40 പേർക്ക് പനി വരും. ഓർ ബോഡി ഏക്ക്. Some persons may get diarrhea. Okay, some persons may get headache. So these are the common side effects. അതൊക്കെ മൈൽഡ് സൈഡ് എഫക്ട്സ് ആണ്. നമ്മൾ അഡ്വേഴ്സ് എഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് പറയുന്നത്, AFI. അതൊക്കെ മൈൽഡാണ്. നോ മേജർ കേസസ് ഓഫ് സിവിയർ അഡ്വേഴ്സ് എഫക്റ്റ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ കേരള. ഓക്കെ, പ്യുവർലി ഡ്യൂ ടു വാക്സിനേഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഇതുവരെയായിട്ട് കേരളത്തിൽ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. വാക്സിൻ എടുത്തു, പിറ്റേ ദിവസം പത്രത്തിൽ വന്നു ആൾ വാക്സിൻ എടുത്ത കാരണമാണ് മരിച്ചതെന്ന് പറയും. ദാറ്റ് വി ഡോണ്ട് കൗണ്ട് ആസ് വാക്സിനേഷൻ ഡെത്ത്. ബിക്കോസ് ആൾ ചിലപ്പോൾ നോർമൽ കോഴ്സ് ഓഫ് ഇതിൽ ആൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. He was about to die on that day, but incidentally he had taken the vaccine on the previous day, so the cause of death was attributed to this vaccine. അങ്ങനെ അല്ല, വാക്സിൻ ഡെത്ത് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സയൻസ് പോസ്റ്റ്മോർട്ടത്തിലും എല്ലാത്തിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നൺ ഓഫ് ദീസ് ഡെത്ത്സ് ഹാവ് ബീൻ പ്യുവർലി attributed to vaccination in Kerala, at least. India, I'm not very sure. There have been 1 or 2 cases, I think. Okay, but that is the case with ഏത് മരുന്നായാലും. ഇപ്പോൾ പാരസെറ്റമോൾ കഴിച്ചാണെങ്കിലും 100% നിങ്ങൾക്ക് പനി പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇനി പാരസെറ്റമോൾ കഴിക്കുന്ന 100,000-ൽ ഒരാൾ ചിലപ്പോൾ മരിക്കും ചെയ്യും ഡ്യൂ ടു അലർജി ടു പാരസെറ്റമോൾ. സോ all this we cannot attribute purely to the vaccine. Okay, some persons will react differently to different vaccines. So the government has given a advisory that anybody who's having allergic reactions to any kind of drugs, it's better to avoid vaccination. എടുക്കുന്നവരുണ്ട്, ഒരു പ്രശ്നമില്ലാതെ വാക്സിനേറ്റഡ് ആയി പോകുന്ന അലർജി ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആസ് എ ജനറൽ അഡ്വൈസറി ഗവൺമെന്റ് ഹാസ് സെഡ് ദാറ്റ് എനിബഡി ഈസ് ഹാവിങ് സീരിയസ് ഡ്രഗ് റിയാക്ഷൻസ് ഷുഡ് അവോയ്ഡ് ദ വാക്സിൻ. ഇപ്പോൾ ചിലവർക്ക് ഈ വാക്സിനിൽ കണ്ടെയ്ൻ ചെയ്ത എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ട് ഇതിനു മുമ്പ് അലർജി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർ വാക്സിൻ എടുക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്ത ഒരാൾക്ക് ഭയങ്കരമായിട്ട് അലർജിക് റിയാക്ഷൻ, സ്കിൻ റാഷും വായ മൂക്കൊക്കെ തടിച്ചു വന്നു, അങ്ങനത്തെ ഒരു വ്യക്തി സെക്കൻഡ് ഡോസ് എടുക്കാൻ നിൽക്കരുത്. ഓൾ ദിസ് ഇസ് ദ അഡ്വൈസറി ഗിവൺ ബൈ അലർജിക് ആയ പേഴ്സൺ എടുത്താൽ ഓവർ റിയാക്ഷൻസ് ഉണ്ടാകും. ടൈപ്സ് ഓഫ് ഫുഡ് അലർജീസ്. So government has said that any form of allergy it's better to avoid vaccination. പക്ഷേ ഫ്രം മൈ എക്സ്പീരിയൻസ് ഈ ഫുഡ് അലർജി, പ്രോൺസ്, ക്രാബ്സ്, അതിനോടൊക്കെ കുറേ പൈനാപ്പിൾ, അതൊക്കെ അലർജി ഉള്ള ആൾക്കാരൊക്കെ എടുത്തു പോയിട്ട് ഇതിനോട് വാക്സിനേഷനോട്, ഈ കോവിഡ് വാക്സിനോട് പെർട്ടിക്കുലർ ആയിട്ട് നോബഡി ഹാസ് ഡെവലപ്ഡ് എനി റിയാക്ഷൻ ഫ്രം എക്സ്പീരിയൻസ്. പക്ഷേ
government has said that to be on the safer side, if you are having allergies, avoid it. Sir, if there is some fear of complications among some weak old people under medication, there is. Weak old people should get vaccinated. Okay, ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ആള്, ഷുഗർ ഉള്ള ആള്, പ്രഷർ ഉള്ള ആള്, they are the ones who definitely should get vaccinated because they are the ones who are likely to go into complications. അപ്പോൾ അവരെന്തായാലും എടുക്കണം. ചിലവർ ആസ്പിരിൻ കഴിക്കുന്നുണ്ടെന്ന് പറയും, ബൈപ്പാസ് ചെയ്തിട്ടുള്ളവരാണെന്ന് പറയും, അവരൊക്കെ എന്തായാലും എടുക്കണം. ഈ ഹാർട്ടിന്റെ അസുഖമോ പ്രഷറോ ഷുഗറോ ഒന്നും വാക്സിൻ കാരണം എഫക്റ്റഡ് ആവാൻ പോകുന്നില്ല. യു ഡോണ്ട് ടേക്ക് ദ വാക്സിൻ, ദീസ് ക്യാൻ ലേറ്റർ ലീഡ് ടു complications of COVID. Okay, that is another good question. Hello, Abhijit. Sir, it is said the virus is still undergoing many changes, so it will be a threat in people because the vaccination we are taking place may not tackle those variants. Okay, അതൊക്കെ അതിൻ്റെ ഡീപ്പർ ഇതാണ്. അതായത് വേറെ സ്ട്രെയിൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% ആയിട്ട് ഉറപ്പ് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. കോവാക്സിൻ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും എഫിക്കേഷ്യസ് ആണെന്ന് പറയാം. പക്ഷെ എന്ത് തന്നെയായാലും കോവിഷീൽഡ് ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ടി സെൽസ്, ബി സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്. അത് നമ്മൾ എന്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് സ്റ്റിമുലേറ്റ് ആവും. So some level of protection will be there even if it is a mutated strain. I am not guaranteeing you that if a new strain comes, Covishield will protect you from that strain as well. But there will be some level of protection mounted in your body. If it is Covaxin, it will be higher chance that the immune system will be better functioning. Okay, പക്ഷേ അഗെയിൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, കോവാക്സിൻ എനിക്ക് കിട്ടിയില്ല, കോവിഷീൽഡ് എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാവുന്ന ഒരു കാര്യമല്ല. ലൈക്ക് ഐ സെഡ്, ഐ ഹാവ് ടേക്കൺ ഓൺ കോവിഷീൽഡ് ആൻഡ് ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിങ് അഡ്വേഴ്സ് എഫക്ട്സ്. ഓക്കെ, പിന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ്. പിന്നെ if you have not got a slot, don't worry, at some point of time all this will be all right. പിന്നെ എല്ലാവരും ഇപ്പോൾ ഈ തിങ്കളാഴ്ച 1-ാം തീയതി തൊട്ട് വാക്സിനേഷൻ സൈറ്റ് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടിച്ചെന്ന് അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടേക്ക് കെയർ, നിങ്ങളുടെ ടേക്ക് ഇനഫ് ആൻഡ് മോർ ടൈം. ഓൺലി ദർ ഇസ് നോ ക്രൗഡ് യു ഗെറ്റ് വാക്സിനേറ്റഡ്. അത്യാവശ്യമായിട്ട് നിങ്ങൾ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന പോലെ അവിടെ ക്യൂ ചെന്ന്, അല്ലെങ്കിൽ ബീവറേജസിൻ്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് അവിടെ തിരക്ക് കുറവുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി എടുക്കുക. ബിക്കോസ് ദിസ് ക്രൗഡിങ് ഈസ് ഇൻ ഓൾസോ വൺ ഓഫ് ദ റീസൺസ് വൈ ക്രൗഡിങ് അറൌണ്ട് ദിസ് വാക്സിനേഷൻ പോയിന്റ്സ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ വി ആർ ഗെറ്റിംഗ് മോർ കേസസ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വാക്സിനേഷൻ സൈറ്റ് മാനേജ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാണ്, നമ്മൾ ഒരു 9 മണിക്ക് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദ ലാസ്റ്റ് 2 വീക്സ് കോവിഡ് കേസസ് സർജ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ അനുഭവപ്പെടുന്ന കാര്യമാണ്. അതിന് മുമ്പ് വരെ നമ്മൾ ക്യാമ്പ്സ്, മെഗാ ക്യാമ്പുകളും അതൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും വരില്ല. മൈക്കിൽ പബ്ലിസിറ്റി കൊടുക്കും, കൗൺസിലർമാരെയും പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്തൊക്കെ അറിയിച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാലും നോബഡി വിൽ ടേൺ അപ്പ് ഇൻ ദിസ് വാക്സിനേഷൻ സൈറ്റ്. പക്ഷെ ഇപ്പൊ കേസ് കൂടി മരണം കൂടുന്നു എന്ന് കണ്ടപ്പോൾ ആളുകളൊക്കെ തിക്കിക്കൂടാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ വാക്സിനേഷൻ പോയിന്റിൽ 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും 5 മണി തൊട്ട് ആളുകൾ ക്യൂ ആണ്. ഓക്കെ, ഗേറ്റ് തുറക്കുമ്പോൾ അവിടെ ഓടിക്കൂടി ലോട്ട് ഓഫ് കെയോസ് ദെയർ. ദാറ്റ് ഇസ് വൺ കോസ് ഫോർ സ്പ്രെഡ് ഓഫ് കോവിഡ്. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് ഉണ്ടായ സംഭവം. എല്ലായിടത്തും ഈ വാക്സിൻ തീരും എന്നുള്ള പ്രചാരണം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വാക്സിൻ തീരുന്നേക്കാളും മുമ്പ് കിട്ടണമെന്നുണ്ട്. പിന്നെ കേസുകൾ കൂടുന്നു, ഡെത്ത് കൂടുന്നു, കാരണം ആൾക്കാരുടെ ഇടയിൽ ഒരു പാനിക്കും ഉണ്ട്. ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ് ഇൻ കേസ് ഓഫ് യു. ഓൾ ഓഫ് യു ആർ ഹെൽത്തി people between 20 to 30 years of age. You already have a good immune system. Don't go and challenge your immune system by staying on all these crowds. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗുഡ്. അതർവൈസ് സ്ലോട്ട് അവിടെ ടോക്കൺ കിട്ടാൻ തിരക്കില്ലാത്ത സമയത്ത് പോയി ടോക്കൺ എടുക്കുക. ഇറ്റ് മേ നോട്ട് ബി 1 week, in 1 week, may not be in 2 weeks, may not be in 3 weeks. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഡോണ്ട് വറി, നോ പ്രോബ്ലം.
എന്നാലും നിങ്ങൾ അത്രയും സേഫാണ്, ആ ക്രൗഡിൽ പോകുന്നേക്കാളും സേഫാണ്. ഓക്കെ, so that is one thing I need to say about registration for vaccination. Now anything you want to ask, you can ask. പിന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ. നിങ്ങൾ ആ കോവിൻ ആപ്പിൽ പോവുക, അല്ലെങ്കിൽ ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രജിസ്റ്റർ ചെയ്ത സമയത്ത്, വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഫോണിലോട്ട് ഒരു OTP വരും. OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് vaccination certificate will be downloaded on your phone. Okay, that's as simple as that. Okay, now after you get vaccinated, you have to wait for half an hour at the vaccination center to see that there are no adverse reactions. Okay, now anything you want to ask, you can ask. These are the basic things you should know. Okay, very good question. Should COVID infected person take vaccine? COVID infected ആയിട്ടുള്ള person should not take the vaccine at that point of time. Only after being negative for 28 days can you take the vaccine. അതായത് ഇന്ന് ഞാൻ പോസിറ്റീവായി, ഇന്ന് ഞാൻ കോവിഡ് രോഗിയായിരുന്നു, നാളെ ഞാൻ നെഗറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കാം. നാളത്തതിന് ശേഷം 28 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് 28 days. It's better you take after 3 months. Better you take after 3 months. എന്തോ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. Once you get the disease, or automatically your body will be having some sort of protection against COVID for the next few months. Up to 3 months വരെ നമുക്ക് അസുഖം വരില്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കോവിഡ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 3 മാസത്തേക്ക് ബോഡി ഈസ് പ്രിപ്പയർഡ്. most likely you won't get the disease. ആഫ്റ്റർ 3 months നമ്മുടെ ആൻറ്റിബോഡി ലെവൽസ് ഒക്കെ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പിന്നെയും റീഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ 3 months you get vaccinated ideally. പക്ഷേ as per instructions advisory you can take after 28 days, never before 28 days. Okay. 2 days before CSIR and several research informed that people with O negative are least vulnerable, protective against corona cancer. No. There is no solid evidence stating that one particular blood group is more vulnerable to the disease, nor any particular group is protected against COVID. അത് ഈ പറഞ്ഞ മാതിരി വിശാൽ പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്. Some have come up with the idea that O positive is protective against COVID. Some have said that AB positive is protected against COVID. So small സെൻറ്റേഴ്സ് പല പബ്ലിക്കേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ഒരു ജെന്യുവിനായിട്ട് ഒത്തൻറ്റിക് ആയിട്ട് നമുക്ക് എവിഡൻസ് എന്ന രീതിയിൽ പറയാൻ തക്കവണ്ണം no findings have come up on a large scale to say that one particular blood group is protected. Okay. So whatever blood group you belong to, go and get vaccinated. Anything more you can ask. Sir, what about asymptomatic patient? Will taking vaccine cause any adverse effects? Asymptomatic, no. If you're having the disease and you get vaccinated, like I said, complications ലോട്ടൊന്നും പോവില്ല. പക്ഷെ you may get more chance of getting fever, body pain. And already your immune system is acting against the virus. In between that, you are again injecting antigen of the virus. So some immune chaos may happen and fever, അല്ലെങ്കിൽ കൂടുതൽ ഫീവർ ഉണ്ടാവും, ഹൈ ഗ്രേഡ് ഫീവർ ഡെവലപ്പ് ചെയ്യാൻ, ഒരു അസ്വസ്ഥതയൊക്കെ ഡെവലപ്പ് ചെയ്യും. ബട്ട് നോ കോംപ്ലിക്കേഷൻസ്, യു വിൽ നോട്ട് ഡൈ എനിവേ. അത് നമുക്കറിയാതെ നമ്മൾ അസിംറ്റമാറ്റിക് ആയിട്ട് അസുഖം ക്യാരി ചെയ്യുന്ന ആളായിട്ട് എടുത്തു പോകും. സോ മെനി കേസസ് ഹാവ് കം അപ്പ് ലൈക്ക് ദാറ്റ്. പേഴ്സൺ ഹു got vaccinated today, after vaccination he found that he tested positive. That is not due to the vaccine. He was carrying the vaccine at the time of vaccination. He was carrying the virus at the time of vaccination. But no complications will develop.
Okay, Sharanya, good question. Anything you want to ask more? 1 hour. Should 2 times angioplasty patient need to consult doctor? No need of consulting doctor. Angioplasty patients, without any second thought, go and get vaccinated because you are more at risk of developing complications due to COVID. So vaccination, idikku thanne venam. No contraindication. If anybody wants to use your mic and ask, you can ask. എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ ക്ഷമയുണ്ടായിരുന്നു വരില്ല. സർ അമൃത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? Sir, I am allergic and taking medication. Do I need to consult my doctor before getting vaccinated? Like I said, there is an advisory which says that persons who are having allergy to some sort of food or some sort of drugs in the sense medicines, they should avoid taking the vaccination. That is the advisory. പക്ഷേ from experience, people still say they want to take the vaccine. അങ്ങനെ കുറേ ആളുകൾ എടുത്തിട്ടുണ്ട്. Nothing has happened so far. So if you want to stick to the rules and you fear that something might happen to you, you can avoid vaccination but continue other precautionary measures. Even if you take, there is no problem that is going to happen to you. Our assumption is that nothing will happen because nothing has happened so far. Allergic ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ എടുത്തു പോകുന്നുണ്ട്. Some people say they are allergic to some food stuff. Some people they say they are allergic to sulfur. But still they say they want to get vaccinated. They have got vaccinated. Nothing has happened. Okay. Anything else? If you want to consult a doctor, of course, you can go and consult a doctor and take his opinion before getting vaccinated. That is always an option. Anybody wants something or will stop? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഹലോ. Yes, Arya, tell me please. സാർ, എൻ്റെ ഒരു നൈബർ ഇന്നലെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്. 2 സ്റ്റെപ്പ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ്? അതെ. ഗവൺമെന്റ് എന്താണ്? ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു. ഗവൺമെന്റ് സെർവന്റ്. ഓക്കെ. ബട്ട് അയാൾക്ക് ഇന്നലെ ശ്വാസതടസ്സം പോലെ സംതിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാക്സിനേഷൻ ചെയ്തിട്ടും കോവിഡ് ആയിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും അതോ അല്ലാണ്ട് ബ്ലഡിൽ? അതാണ് ഞാൻ പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഹാസ് സം അതർ ഡിസീസ് ആൻഡ് ഹി ഈസ് ബൗണ്ട് ടു ഡൈ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ, നോർമൽ കോഴ്സിൽ ആൾ മരിക്കേണ്ട ആളാണ്. പക്ഷെ ഇൻസിഡൻ്റലി ഹി ഹാഡ് ടേക്കൺ ദ വാക്സിൻ യെസ്റ്റർഡേ. സോ ആ വാക്സിനെയാണ് നമ്മൾ കോസ് ഓഫ് ഡെത്ത് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നത് എമംഗ് ദ പബ്ലിക്. ബട്ട് വി ക്യാൻ ആസ് മെഡിക്കൽ പ്രൊഫഷണൽസ് വി വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് വാസ് കോസ്ഡ് ബൈ ദ വാക്സിനേഷൻ പ്രോസസ് ഓർ നോട്ട്. അതുകൊണ്ടാണ് പറയുന്നത് സോ ഫാർ വാക്സിനേഷൻ എടുത്തുകൊണ്ട് നോ ബഡി ഹാസ് ഡൈഡ് ഓർ സിവിയർ അഡ്വേഴ്സ് എഫക്ട്സ് ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ആസ് പെർ മൈ ബിലീഫ് ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻസിഡൻ്റൽ finding that he or she had got vaccinated prior to his death. Okay, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ ഇന്ന് വാക്സിനേറ്റഡ് ആള് നാളെ ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ക്യാൻ വി അട്രിബ്യൂട്ട് ഹിസ് ഡെത്ത് ഡ്യൂ ടു ദിസ് വാക്സിനേഷൻ? അതുപോലെ തന്നെ ആയിരിക്കാം. മോസ്റ്റ് ലൈക്ലി ഇറ്റ് വിൽ ബി ദാറ്റ് because otherwise if it was some other reason or if it was due to vaccination we would have been able to find out. നമുക്ക് കുറേ ചോദ്യങ്ങൾ വെർബൽ ഓട്ടോപ്സിന്നും അല്ലാതെ തന്നെ ഓട്ടോപ്സിന്നും വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. സോ ഫാർ നത്തിങ് ഹാസ് ബീൻ റിപ്പോർട്ടഡ്. ഓക്കെ, എനിത്തിങ് എൽസ്? സർ, ഉജ്വൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർ, ഇഫ് എ പേഴ്സൺ ഇസ് ടെസ്റ്റഡ് പോസിറ്റീവ് ആഫ്റ്റർ ടേക്കിംഗ് ദ ഫസ്റ്റ് ഡോസ്, after how many days he should take the second dose after being negative? Same thing. Like I said, if a person is having the disease, he should take vaccination only after 28 days. എന്ന് പറയുന്ന പോലെ
ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ 28 days only you should take the second dose. There's a time interval, അതായത് 1 മാസം തൊട്ട് 2 മാസം വരെ എടുക്കാന്ന് പറഞ്ഞില്ലേ കോവിഷീൽഡ്. അപ്പോൾ 28 days കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കുന്നുള്ളൂ. അത് ഒരു 42 ഡോസിന് അടുപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ഇന്നിപ്പോൾ 28th ആണ്, കഴിഞ്ഞ 1-ാം തീയതിയാണ് ഞാൻ വാക്സിൻ എടുത്തത്. ഓക്കെ, ഇന്ന് ഞാൻ പോസിറ്റീവായി, ഓൾറെഡി 28 days കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി 28 days ആയി ഇന്ന്, പക്ഷെ ഇന്ന് ഞാൻ പോസിറ്റീവാണ്, നാളെ നെഗറ്റീവായി. ഈ നാളെ നിന്ന് 28 ദിവസം കൂടി കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ സെക്കൻഡ് ഡോസ് എടുക്കാൻ പാടുള്ളൂ. But overall, the gap between the two doses has become 2 months now. 28 plus 28. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. After your last negative result, please wait for 28 days before you get the next dose or you get the first dose. ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും നെഗറ്റീവ് റിസൾട്ട് കഴിഞ്ഞ് 28 days കഴിഞ്ഞ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് എ സമ്മറി. Is there any homely methods to self-improve our immunity against coronavirus? The answer to it is no. Immunity നമുക്ക് നമ്മുടെ മെഡിസിനിൽ നമുക്ക് ഒരാൾക്ക് ഒരു സാധാരണ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സാധാരണ ഒരു ഇമ്മ്യൂണിറ്റിയാണ്, അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. ഇനി ഇൻ കേസ് സംബഡി ഈസ് ഹാവിങ് സം ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. ഒരു സാധാരണ പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, ഇമ്മ്യൂൺ സിസ്റ്റം ഓക്കെ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വെറുതെ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾ ദാറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൂവൺ ടു ബി എഫക്റ്റീവ്. കമേഴ്ഷ്യൽ വയബിലിറ്റിക്ക് വേണ്ടിയിട്ടും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞു. ഓൾ ദിസ് ഇസ് ജസ്റ്റ് അസംഷൻസ്. നോബഡി ക്യാൻ ഇംപ്രൂവ് യുവർ ഇമ്മ്യൂണിറ്റി ഇഫ് യു ആർ ഓൾറെഡി ഹെൽത്തി. Okay, but if you are having some immune deficiency, of course you can take vitamin C, other B complex vitamins. That if it is deficient, it will come to normal. A normal person cannot improve to higher level. Okay, നമ്മുടെ ഞാനത് പറഞ്ഞത് മനസ്സിലാക്കിയിരിക്കും. Okay, now steaming. Okay, steaming is something which is good, because നമുക്ക് എന്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും, തൊണ്ടവേദന ഉണ്ടെങ്കിലും, മൂക്കൊലിപ്പ് ഉണ്ടെങ്കിലും, ഇറ്റ്സ് ഓൾവേസ് നമ്മുടെ നേസൽ പാസേജസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, മൂക്കും വായും എയർ പാസ് ചെയ്യുന്ന പാസേജസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഡു സ്റ്റീം ഇൻഹലേഷൻ. നോട്ട് അത് കോവിഡിന് എക്സ്ക്ലൂസീവ്ലി വേണ്ടി ചെയ്യണം എന്നല്ല പറയുന്നത്. കഫം ഉണ്ടെങ്കിൽ, അത് ചെസ്റ്റിൽ കഫം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, or മൂക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, nasal block ഉണ്ടെങ്കിൽ, if you do a steam inhalation, that will clear your nasal passage. In that way it is effective. You will get symptomatically relieved. Otherwise, for COVID specifically, steaming will not protect you against COVID. Okay, same thing with saline gargle. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കൊറോണ മൊത്തം ചത്തു പോകുന്നു പറയുന്നൊക്കെ വെറുതെയാണ്. But you will get symptomatic relief. You can clear the passages. Will steaming help to reduce chance to get positive? No. Anything else? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Yes. There are reports suggesting drinking turmeric and ginger water should be effective in improving immunity. That is purely false.
ആദ്യം തന്നെ പറഞ്ഞു മഞ്ഞൾ വെള്ളം കുളിച്ചോ, ഇഞ്ചി നീര് കുളിച്ചോണ്ടോ. ഇറ്റ് ഈസ് ജസ്റ്റ് ഹോം മെയ്ഡ് remedies. I don't believe it has any value. Maybe ഉണ്ടാവായിരിക്കാം, പക്ഷേ it has not been scientifically proven. You are all professional students, engineering students ആണ്, you know what is research. So എന്തെങ്കിലും claims ഉണ്ടെങ്കിൽ that should be proven. That has not been proved. It has not been published literature. അങ്ങനെ ഒരു സംഭവം ഇല്ല. Okay. How does the body forget about the virus proteins if we get vaccine? How does the body forget about the virus proteins? എനിക്കത് മനസ്സിലായില്ല. Maybe he is asking whether ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. വൈറസിൻ്റെ പ്രോട്ടീൻ പിന്നെ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മറന്നു പോകും ബോഡി. സോ ഫാർ നമ്മൾ വാക്സിനേഷൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ജനുവരിയിലാണ് നമ്മൾ തുടങ്ങി, ഒരു 4 മാസമായിട്ടുള്ളൂ. ഇത് ആൻറ്റിബോഡി വാക്സിനേഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് എത്ര നാൾ നിൽക്കും എന്ന് പറയണമെങ്കിൽ 1-2 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ എത്ര ആൻറ്റിബോഡി ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആസ് പെർ കറണ്ട് എവിഡൻസ് വി ഡോണ്ട് നോ ഹൗ ലോങ് ദിസ് ഇമ്മ്യൂണിറ്റി വിൽ ലാസ്റ്റ്. നമ്മളൊരു എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. വി ആർ എസ്റ്റിമേറ്റിംഗ് ദാറ്റ് എനിവേ ഇറ്റ് വിൽ ലാസ്റ്റ് 1 to 2 years. We cannot be sure that after 2 years it will be there. Only after first group of people who have been vaccinated completes 2 years, we will be able to follow them up and say whether they have protective levels of antibodies in their body. Okay. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അതിനെ ആദ്യമായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. I am talking too much of medical things and you are finding it very difficult to comprehend. I apologize for that. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ സിംപ്ലസ്റ്റ് ആയിട്ട് രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിവേ ഇറ്റ് വാസ് ഗുഡ് ഷെയറിങ് സം ടൈം വിത്ത് സം ഗുഡ് അപ്കമിങ് എഞ്ചിനീയേഴ്സ് and very good questions you have asked. Very logical and very intellectual questions ആണ്. നമ്മൾ പോലും ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു. യെസ് സർ, എല്ലാവരുടെയും ഡൗട്ട്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ ഇന്നത്തെ വെബിനാറിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് മുന്നോട്ടേക്ക് വരാം. ഹലോ ചേച്ചി കേൾക്കുന്നുണ്ടോ? ജിതേഷ് പറഞ്ഞു. സാർ, കൊറോണയൊക്കെ ഭയങ്കരമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ടോക്കിന് വളരെയധികം പ്രസക്തിയും പ്രാധാന്യമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ 3, 30, 300, 3000 കൊറോണ കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ജാഗ്രതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേസൊക്കെ 30,000 എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് പോയി എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടി അഹോരാത്രം അണുവിട തെറ്റാതെ ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ നോക്കുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നതോ അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ ചെയ്യുന്നതോ അത്ര വലിയ ദുരിതമൊന്നും അല്ല. എന്നിട്ട് നമ്മൾ അതൊക്കെ അനുസരിക്കുന്നതിൽ വളരെയധികം അലംഭാവമാണ് കാണിക്കുന്നത്. മോറോവർ നമ്മുടെ തന്നെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഇതിനു വേണ്ടി ഉറപ്പായും വേണം. ഇന്ന് ഒരു വാർത്താ ചാനൽ 3-4 മണിക്കൂർ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ എടുത്തു നോക്കിയാൽ മതി, മാസ്ക് അല്ല അവൻ PPE കിറ്റ് ഇട്ടുവരെ വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. പക്ഷെ ഒരു മനസ്സമാധാനം എന്താണുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ സേവനങ്ങളും സംവിധാനങ്ങളും ഒരുപടി മുന്നിലാണ്. എന്നിരുന്നാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന വാചകം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇപ്പോൾ ഒരു ലേലം വിളി പോലെയാണ് കൊറോണ കേസൊക്കെ ഉയരുന്നത്. ഇന്നലെ 28K ആണെങ്കിൽ ഇന്ന് 30K, നാളെ 32K, അങ്ങനെ ഓരോ ദിവസവും റെക്കോർഡാണ്. പിന്നെ കോവിഡ് വാക്സിനെ കുറിച്ച് ഒരുപാട് വ്യാജ വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് സാറ് പറഞ്ഞ പോലെ 100% അവോയ്ഡ് ചെയ്യേണ്ടതാണ്. NSS GCKയുടെ നേതൃത്വത്തിൽ നമ്മളും നമ്മളാൽ കഴിയുന്ന വിധം ഇതിനെതിരെ ബോധവൽക്കരണം നടത്തിയിരുന്നു. നമ്മുടെ ഒരു കഴിഞ്ഞ കാലം എടുത്തു നോക്കുകയാണെങ്കിൽ
2013 എബോള വന്നിട്ടുണ്ട്, 2015 സീക്ക വന്നിട്ടുണ്ട്, 17-18 കാലഘട്ടത്തിൽ നിപ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുട്ടുകുത്തിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. പക്ഷെ സിനിമയിലൊക്കെ പറയുന്ന പോലെ 1-2 തൂവൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമ്മ കൈ കോർത്ത് പിടിച്ചല്ല, കൈ വിട്ടു പിടിച്ചാണ് ഇതിനെ നേരിടേണ്ടത്. അത് നമുക്ക് പറ്റുമെന്ന് പ്രത്യാശിക്കാം. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒന്ന് നോക്കിയാൽ ഇന്നത്തെ ഈ വെബിനാർ ഇത്രയും ഇൻഫോർമേറ്റീവ് ആക്കി തീർത്ത ഡോക്ടർ ആൽവിൻ ആന്റണി സാറിന് നമ്മുടെ NSS മെമ്പേഴ്സിന്റെ പേരിൽ ഹൃദയത്തിൽ തട്ടിയ നന്ദി പറയുന്നു. കൂടാതെ ഇത്രയും നല്ലൊരു ടോക്ക് നടത്തിയ ഇതിന്റെ കോർഡിനേറ്റേഴ്സിനോടും നന്ദി പറയുന്നു. താങ്ക് യു NSS GCK. താങ്ക് യു സാർ. മനസ്സ് നന്നാവട്ടെ. താങ്ക് യു ജിതേഷ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ജിതേഷ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കോവിഡ് വാക്സിനെ കുറിച്ചിട്ട് ഒത്തിരി തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിനെ കുറിച്ചിട്ട് കുറേ ആശങ്കകളും സംശയങ്ങളും എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ക്ലാസ് കേട്ടതോടെ വാക്സിനെ കുറിച്ചിട്ടുള്ള ആ തെറ്റിദ്ധാരണ മാറുകയും കൂടാതെ അതിൻ്റെ ഇമ്പോർട്ടൻസിന് എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും വളരെ ഇൻഫോർമേറ്റീവായ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ, മൃദുൽ പറഞ്ഞു. മനസ്സിലാവട്ടെ. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് സാറിന് കൈകാര്യം ചെയ്തത്. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റുകയും ചെയ്തു. കുറെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ പരിപാടി നടത്തിയ NSS GCK ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇന്നത്തെ പരിപാടിക്ക് നന്ദി പ്രകാശനം നടത്തുവാൻ വേണ്ടി NSS വോളണ്ടിയറായ ജിഷ്ണയെ ക്ഷണിക്കുന്നു. ഹലോ, ജിഷ്ണ പറഞ്ഞു. മനസ്സ് നന്നാവട്ടെ. കോവിഡ് വിമുക്ത ലോകത്തിനായി പോരാടുകയാണ് നാം ഏവരും. ഈയൊരു പകർച്ചവ്യാധിക്ക് അന്ത്യം കുറിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ആയുധമാണ് COVID-19 വാക്സിനേഷൻ. ഈ ഒരു വാക്സിനേഷനെ കുറിച്ചുള്ള അറിവുകൾ നമ്മളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കുക എന്നൊരു ഉദ്ദേശം ഉൾക്കൊണ്ടാണ് GCK NSS യൂണിറ്റ് കോവിഡ് വാക്സിനേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി GMC എറണാകുളം NSS യൂണിറ്റുമായി ഒത്തുചേർന്ന് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഇവിടെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്നത് നന്ദി പ്രകാശനമാണ്. തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് ക്ലാസ് എടുത്തു തരുവാൻ വേണ്ടി ചോദിച്ചയുടൻ സമ്മതം തന്ന് ഇത്രയും നല്ലൊരു അറിവ് ഞങ്ങളിലേക്ക് എത്തിച്ചു തന്ന എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആൽവിൻ ആന്റണി സാറിന് GCK NSSന്റെ പേരിലും GCK കോളേജിന്റെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ഞങ്ങളോട് സഹകരിച്ച് ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും GCK NSSന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജിഷ്ണ. ഇതോടുകൂടി ഇന്നത്തെ വെബിനാർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സർ, താങ്ക് യു ഫോർ ദ ഇൻഫോർമേറ്റീവ് സെഷൻ ആൻഡ് താങ്ക് യു ഓൾ. ഒരു ഫീഡ്ബാക്ക് ഫോം ഇപ്പം ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ടാവും, എല്ലാവരും ഒന്ന് ഫിൽ ചെയ്യണം. താങ്ക് യു സർ. Thank you so much. I had a good time with you. Thank you, sir.